ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ അതെ. സി കെ രാജേഷ് കുമാർ, സ്പോർട്സ് ജേർണലിസ്റ്റ്, അദ്ദേഹം കൂടി ചേരുകയാണ്. ശ്രീ സി കെ, താങ്കൾ അന്ന് ചോദിച്ചതാണ് ഈ കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അതൊന്ന് വെളിപ്പെടുത്താമോ എന്ന്. അന്ന് വെളിപ്പെടുത്താൻ തയ്യാറായില്ല. അതുമാത്രമല്ല, ഇപ്പോഴത്തെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, അത് ടെൻഡർ ഒന്നുമില്ലാതെയാണ് RBC, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ ഏൽപ്പിച്ചത്, അവരെ സെലക്ട് ചെയ്തത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ RBCയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തമ്മിൽ കരാർ ഒപ്പുവെച്ച് 4 ദിവസങ്ങൾക്ക് ശേഷമാണ്, 20/12/2024 ഒപ്പുവെച്ചു. 24/12/2024 മാത്രമാണ് ഈ വിവരം സർക്കാർ അറിയുന്നത്, അതായത് സർക്കാരിൻ്റെ അനുമതി കിട്ടുന്നത്. അതായത് അതിനു മുമ്പ് തന്നെ കരാറിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഫയലിൽ മറ്റൊരു ഡ്രാഫ്റ്റ് എഗ്രിമെന്റ് കാണുന്നുണ്ട്. അത് കേരള സർക്കാരും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുള്ളതാണ്. ഇത് പ്രകാരം ഒരു സൗഹൃദ മത്സരം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ പ്രതിഫലം നേരത്തെ 2 മത്സരം പറഞ്ഞപ്പോഴുള്ള അതേ തുക ആണ്. സ്പോൺസർ $9 മില്യൺ നൽകി. ഇനി $6 മില്യൺ കൂടി നൽകാനുണ്ട്. ഈ ഇടപാടിൻ്റെ ബാങ്ക് റെക്കോർഡ്സ് ഒന്നും ഫയലിൽ ഇല്ല എന്നുള്ളതാണ്. താങ്കളുടെ അനുമാനം എന്താണ്? താങ്കൾ അന്ന് ചോദിച്ച കാര്യത്തിന് പ്രസക്തി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. തീർച്ചയായിട്ടും ഇതിപ്പോ ഏറ്റവും വളരെയധികം ചാരിതാർത്ഥ്യത്തോടു കൂടി ഇരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഞാനാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ വിഷയങ്ങൾ ഡയറക്റ്റ് ഈ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഉടമയായ ശ്രീ ആൻഡോയുമായിട്ട് നമ്മൾ ഡയറക്റ്റ് സംസാരിച്ചപ്പോൾ, ഇതുപോലെ തന്നെ മഞ്ജുഷ് നയിച്ച ഒരു ചർച്ചയിൽ സംസാരിച്ചപ്പോൾ ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ ഉന്നയിച്ച ഒരു കാര്യം ഇതായിരുന്നു: ഈ കരാറിലെ വ്യവസ്ഥകൾ പുറത്തുവിടാൻ സാധിക്കുമോ? ഇതിനകത്ത് എന്താണ് ഒളിച്ചു വെക്കാനുള്ളത്? പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, അർജന്റീനയെ പോലെ ലോകത്തെ ഏറ്റവും മികച്ച ഒരു ടീം, വേൾഡ് കപ്പ് നേടിയിരിക്കുന്ന ഒരു ടീം കേരളത്തിലേക്ക് വരുമ്പോൾ അത് വരുമോ, എന്ന് വരും, എത്ര രൂപയാണ് അവർക്ക് ഇതുവഴി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്, ഈ പ്രാഥമികമായ കാര്യങ്ങൾ മാത്രം വെളിപ്പെടുത്തൂ എന്നുള്ളതായിരുന്നു നമ്മൾ ഉന്നയിച്ച ഒരു ചോദ്യം. അതിനായിട്ട് അദ്ദേഹം അത് പറയേണ്ട അത് സെക്യൂരിറ്റി റീസൺ കാരണം നമുക്കത് വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല നമ്മുടെ ന്യായമായിരുന്നു അന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള കുറച്ച് മാധ്യമ പ്രവർത്തകർ ഇതിനെതിരെ കളിക്കുകയാണ്, നിങ്ങൾ മെസ്സിയെ എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ കൊണ്ടുവരുന്നതിൽ അസഹിഷ്ണുതയാണ് നിങ്ങൾക്ക് എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ എത്തുക എന്നുള്ളൊരു രീതിയാണ്. വലിയ ഷോയാണ് അദ്ദേഹം അന്ന് നടത്തിയത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ ആക്ഷേപിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ കളിയാക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ ഈ ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പടച്ചുവിടുന്ന തുടങ്ങിയുള്ള വാദങ്ങളായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. പക്ഷേ ഒടുവിൽ മെസ്സി വന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. മെസ്സി പോലും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അർജന്റീന ടീം പോലും അറിയാതെയാണ് ഇത്തരത്തിൽ കളി എന്നാണ് നടക്കുന്നത് എന്നുള്ള പ്രഖ്യാപനം പോലും വന്നത്. മഞ്ജുഷ്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരു ഇന്റർനാഷണൽ മത്സരം ചാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ള പ്രാഥമികമായ വിവരം എന്താണെന്ന് ഈ ഫുട്ബോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ കവർ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് പ്രാഥമികമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മത്സരം ചാർട്ട് ചെയ്യുമ്പോൾ ഫിഫയുടെ അനുമതിയോടുകൂടി ഒരു മത്സരം ചാർട്ട് ചെയ്യുമ്പോൾ 2 ഫുട്ബോൾ അസോസിയേഷനുകൾ തമ്മിൽ, ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള ഒരു കരാർ ഇതിൽ പ്രാഥമികമായിട്ടുണ്ട്. 2 പേരുടെ വില്ലിംഗ്നെസ് അറിയിക്കണം. ഇത് എവിടെയാണ് തുടങ്ങുന്നത്? 2022 വേൾഡ് കപ്പ് അർജന്റീന എടുക്കുന്നു. അതിനുശേഷം കേരളത്തിലെ ആരാധകരെ കുറിച്ചും കേരളത്തിൽ വരുന്ന വലിയ കട്ടൗട്ടുകൾ അർജന്റീന അന്നൊരു എക്സ് അക്കൗണ്ടിൽ അവർ എക്സ് ഹാൻഡിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ കുറിച്ചും ആരാധനയെ കുറിച്ചും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ട് അവർ ട്വീറ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് വരുന്ന വാർത്ത, അർജന്റീനയ്ക്ക് ഈ ഭാരതത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ കളിക്കുന്നതിന് താല്പര്യമുണ്ട്. ആ താല്പര്യം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിഷേധിക്കുക, അത് നമുക്കതിനെ സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്നതിന് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യമില്ല എന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു എന്നുള്ളതുമാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണം. പിന്നീടാണ് വരുന്നത്, ഇത് കേരളം നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അന്നത്തെ കായിക മന്ത്രി മുന്നിട്ടിറങ്ങുകയും ആദ്യം ഒരു സ്പോൺസർ വരുന്നു, അദ്ദേഹം പിന്മാറുന്നു. അതിന് പിന്നാലെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഇതിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. അതിനുശേഷം നമുക്കറിയാം, ഇതൊന്നും ഇടപാടുകളെ കുറിച്ച് ഈ പറയുന്ന ഇപ്പം പുറത്തു വന്നിരിക്കുന്ന മെയിൽ ഇടപാടിനെ കുറിച്ച് നമ്മൾ അന്ന് സംസാരിച്ചതാണ്. ഇതിന്റെ പേയ്മെന്റുമായി ബന്ധം, പേയ്മെന്റ് കിട്ടി എന്ന് പറഞ്ഞുള്ള കൺഫർമേഷൻ അന്ന് കായിക മന്ത്രിയുടെ മെയിലിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഇതുപോലത്തെ ചർച്ചയിൽ നമ്മൾ സംസാരിച്ചാണ്. പക്ഷെ ആ ഡേറ്റിൽ കൃത്യമായ പണം അടയ്ക്കുവാനായിട്ട് സ്പോൺസർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് കരാർ റദ്ദാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മെയിലാണ് അവിടെ നിന്ന് തിരിച്ചയക്കുന്നത്. വീണ്ടും ഇതിനെ ചോദ്യം പൈസ ഇളവ് ചോദിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. വീണ്ടും പൈസ അടച്ചതായിട്ട് നമ്മളോട് വന്ന് സ്പോൺസർ 130 കോടി രൂപയോളം ഇതിനോടകം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൈമാറിയെന്നും പറയുന്നു. ഇതൊന്നും സുതാര്യത ഇല്ലാതെ ഉള്ള ഒരു കൈമാറ്റമായിരുന്നു നമ്മൾ അന്നേ ചൂണ്ടിക്കാണും. ഇപ്പൊ നമുക്ക് വേറെ ഏറ്റവും പ്രധാന റീസെന്റ് ആയി വന്നൊരു സംഭവം,
കാണാം. അതായത് ബ്രസീലിയൻ ടീം ഭാരതത്തിലേക്ക് വരികയാണ് ഫ്രണ്ട്ലി കളിക്കുന്നതിനായിട്ട്. എന്താണ് ആദ്യം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് ഇന്നതുപോലെ ബ്രസീൽ വരുന്നു, ഇന്ത്യയിൽ ഒരു ഫ്രണ്ട്ലി കളിക്കുന്നു കൽക്കട്ടയിൽ ഒക്ടോബർ മാസം എന്ന് പറയുന്നു. അത് കൺഫേം ചെയ്തുകൊണ്ട് ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷനും ഇതേ നിലപാട് അല്ലെങ്കിൽ ഈ ഡിക്ലറേഷൻ ഉണ്ടാകുന്നു. ഇതാണ് പ്രോപ്പർ ചാനൽ എന്ന് പറയുന്നത്. നമ്മുടെ തൊട്ട് മുന്നിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പക്ഷേ ഇതെല്ലാം അന്നും ഈ താങ്കളെ പോലുള്ളവർ ചൂണ്ടിക്കാണിച്ചതാണ്. ഫിഫയുടെ നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലാണ് മത്സരം അലോട്ട് ചെയ്യുന്നത്, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചപ്പോഴും അന്ന് കളിയാക്കുവാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നടന്നത്. അദ്ദേഹത്തിനെല്ലാം അറിയാം, ഈ സ്പോൺസർക്ക് എല്ലാം അറിയാം എന്ന രീതിയിലാണ്. ഒരു വേള സ്പോർട്സ് മന്ത്രി പോലും മാധ്യമങ്ങൾക്കെതിരെ സംസാരിച്ചിരുന്നു. നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്, ഈ കളി ഇവിടെ നിന്ന് മാറ്റുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞതാണ്. അന്ന് ഈ കാര്യത്തെക്കുറിച്ച് അറിവുള്ള ആളുകളെ കളിയാക്കുന്ന രീതിയാണ് സ്പോൺസറും അവലംബിച്ചത്, അന്നത്തെ കായിക മന്ത്രിയും അവലംബിച്ചത്. എന്നിട്ട് ഇപ്പോൾ കായിക മന്ത്രി മിണ്ടാതിരിക്കുകയാണ്. ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കി, അതിൽ പറയുന്നു അന്നത്തെ സർക്കാരിന് ഒരു ബാധ്യതയും ഇതുമൂലം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇതുമായി കായിക മന്ത്രി എന്ന് സംസാരിച്ച അവർ എന്ന് വരും, എപ്പോൾ വരും, എന്നാണ് വരുന്നത് എന്ന ചോദ്യം മുന്നോട്ട് വെച്ചപ്പോൾ നീ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അന്നത്തെ കായിക മന്ത്രി സംസാരിക്കുന്നുണ്ടായി. ഇപ്പം നമുക്ക് വേൾഡ് കപ്പ് ലീഗ് നടന്ന സംഭവമായി ഇതിനെ ഒരു താരതമ്യം ചെയ്യാം. അതായത് വേൾഡ് കപ്പിൽ സ്പെയിൻ കിരീടം നേടുന്നു, അതിനുശേഷം നമ്മൾ അർജന്റീന ടീം ഈ കപ്പ്. ശരി, സാങ്കേതികമായ പ്രശ്നമുണ്ട്. ശ്രീജിത്ത് പണിക്കർ, ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഈ സ്പോൺസർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.